നിങ്ങൾ അവളെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചാൽ തന്നെ അവള് തിരിച്ചു വരുന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. എങ്ങാനും മഞ്ജു സത്യമെല്ലാം അറിഞ്ഞു കഴിഞ്ഞാ ഗിരിയേട്ടനോട് ക്ഷമിച്ച് കൂടെ കഴിയാൻ തീരുമാനിക്കുമെന്ന്. ജോലിയും കൂടി രാജിവെച്ച സ്ഥിതിക്ക് കുഞ്ഞിനെ ഓർത്ത് അങ്ങനൊരു തീരുമാനം എടുത്താ മഞ്ജുനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അവള് നല്ല അഭിമാനിയാണെന്ന് തെളിയിച്ചു. നിങ്ങളിൽ നിന്നും പറ്റാവുന്ന ദൂരേക്ക് അവള് പോയി. മഞ്ജു പോയ സ്ഥിതിക്ക് ഇനി ഗിരിയേട്ടനെ സ്വന്താക്കുന്നതിൽ നിന്നും എന്നെ തടയാൻ ആരുമില്ല. അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും നീ കാണണ്ട മോളെ. മഞ്ജു പോയി എന്ന് കരുതി നിന്നെ ഇവിടെ താമസിപ്പിക്കുമെന്ന് നീ കരുതണ്ട. അവൾ ഈ വീട്ടിലേക്ക് വന്നാലും ഇല്ലെങ്കിലും ഇനി ഈ വീട്ടിൽ നിന്നും നീ എന്തായാലും ഇറങ്ങും. അടുത്ത ആഴ്ച കാനഡയിലേക്കുള്ള ഫ്ലൈറ്റിൽ ഗിരി നിന്നെ കയറ്റിവിടും. അങ്ങനെ നടക്കില്ലമ്മേ. നടത്തിച്ച് കാണിച്ചു തന്നാലോ? ഗിരിയേട്ടൻ ഒരിക്കലും എന്നെ കാനഡയിലേക്ക് പറഞ്ഞു വിടില്ല. ഞാൻ പറഞ്ഞ അവനത് ചെയ്യും. അമ്മയ്ക്ക് വേണ്ടിയല്ലേ ഗിരിയേട്ടൻ എന്നെ ഇവിടെ നിർത്താൻ പോകുന്നത്? എനിക്ക് വേണ്ടിയോ? അതെ. വയ്യാതിരിക്കുന്ന അമ്മയെ നോക്കാൻ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു നഴ്സിന്റെ സഹായം ഗിരിയേട്ടന് ആവശ്യം വരില്ലേ? അതിന് എന്റെ ആരോഗ്യത്തിന് എന്താ കുഴപ്പം? ഇതുവരെ കുഴപ്പമൊന്നുമില്ല.